അരിത്തമെറ്റിക് പ്രൊവിഷൻ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ സം ഓഫ് n ടേംസ് ഓഫ് എൻ AP ഈസ് 2n² + 5n then find ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് സം ഓഫ് n ടേംസ് SN ആണ് തന്നിട്ടുള്ളത്. SN എന്ന് പറയുന്നത് 2n² + 5n ആണ്. ഇവിടെ നമ്മൾ എന്നിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ടേം കണ്ടുപിടിക്കാൻ കഴിയും. അതായത് n 1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ S1 എന്ന് പറയുന്നത് 2 × 1² + 5 × 1. അപ്പോൾ 2 + 5 = 7. ഈ S1ഉം A1ഉം സെയിം തന്നെയാണ്. അപ്പോൾ A1. ഇനി S2 എന്ന് പറയുന്നത് n-ന് 2 കൊടുക്കുമ്പോൾ 2 × 2² + 5 × 2. അപ്പോൾ ഇവിടെ 4 8 + 10 18 എന്ന് പറയുന്നത് A2 അല്ല. A2 എന്ന് പറയുന്നത് എന്താണ്? S2 - S1 ആണ്. അത് എപ്പോഴും ഓർമ്മിക്കുക. അതായത് S1 + S2 ആണ് എന്ത് A1 + A2 ആണ് S2 എന്ന് പറയുന്നത്. അപ്പോൾ S2 എന്ന് പറയുന്നത് A1 + A2 ആണെങ്കിൽ A2 എന്ന് പറയുന്നത് S2 - S1. അതായത് A1 എന്ന് പറയുന്നത് S1 തന്നെയാണ്. അപ്പോൾ A2 ഉള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 18 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 11 വരും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് D കണ്ടുപിടിക്കാം. ഫോർത്ത് ടേമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. A4 ആണ് കണ്ടുപിടിക്കേണ്ടത്. A4 എന്ന് പറയുന്നത് എന്താണ്? A + 3D ആണ്. അതായത് 4 - 1 × D. നമ്മുടെ ആ ഫോർമുല AN = A + n - 1 × D. അപ്പോൾ A4 എന്ന് പറയുന്നത് A + 3 - 1 × D. A നമുക്കറിയാം. D എന്ന് പറയുന്നത് A2 - A1. A2 - A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 എത്രയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? 11 - 7 = 4. അപ്പോൾ ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എന്ന് പറയുന്നത് 7 + 3 × 4. അപ്പോൾ 7 + 12. 7 + 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19. അപ്പോൾ നമ്മുടെ ആൻസർ 19. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് nth ടേം ഓഫ് എൻ AP ഈസ് 2n + 1 വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 3 ടേംസ്? S3 ആണ് നമുക്ക് കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S3 കണ്ടുപിടിക്കണം. nth ടേം ഓഫ് എൻ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ളത് AN ആണ്. AN = 2n + 1 nth ടേം ഓഫ് എൻ AP. അപ്പോൾ നമുക്ക് AP കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, അതായത് Aയും Dയും അറിഞ്ഞാൽ മാത്രമേ S3 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി n-ന് 1 കൊടുക്കുകയാണെങ്കിൽ A1 എന്ന് പറയുന്നത് 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 2 + 1 3. അതുപോലെ A2 എന്ന് പറയുന്നത് 2 × 2 + 1 = 4. 4 + 1 5. A3 എന്ന് പറയുന്നത് 2 × 3 + 1 6. 6 + 1 7. നമുക്ക് D എന്ന് പറയുന്നത് ഇവിടെ A2 - A1. A2 - A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 - 3 = 2. ഇനി S3 ആണ് കണ്ടുപിടിക്കേണ്ടത്. S3 എന്ന് പറയുന്നത് n/2 × 2a + n - 1 × D. അപ്പോൾ 2 × A എന്ന് പറയുന്നത് എത്രയാണ്? 3 + n - 1 3 - 1 × D എന്ന് പറയുന്നത് 2. അപ്പോൾ 3/2 × 6 പ്ലസ് ഇവിടെ 2 × 2 4. അപ്പോൾ 10 ആയി. അപ്പോൾ 3/2 × 10. അപ്പോൾ 5 = 15. നമ്മുടെ ആൻസർ 15. The sum of first n odd natural numbers. n odd natural numbers സം എന്ന് പറയുന്നത് n² ആണ്. അത് ഫോർമുല ഓർമ്മിച്ച് വെക്കുക. സം ഓഫ് ഫസ്റ്റ് n odd natural numbers = n². ഇനി if 2x x + 10 and 3x + 2 are in AP then x is equal to. അപ്പോൾ ഇത് AP-ലാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ABC ആർ ഇൻ AP ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫോർമുല? ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് A + C/2 ആണ്. അപ്പോൾ 2B = A + C ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല ഓർമ്മിച്ച് വെക്കുക. 2B = A + C. ഇവിടെ B എന്ന് പറയുന്നത് ഇതാണ്. 2 × x + 10 = A + C. A എന്ന് പറയുന്നത് 2x + C എന്ന് പറയുന്നത് 3x + 2. അപ്പോൾ ഇവിടെ 2x + 20 = 2x + 3x + 2. ഇവിടെ 2x പോയി. അപ്പോൾ 3x = 20 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18. അപ്പോൾ x = 6. x 6 എന്ന് കിട്ടും. Which term of the AP 27, 24, 21 etc. is 0? അതായത്
ഏത് ടേം വിച്ച് ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ ടേം ആണ് 0 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? an ഈക്വൽ ടു 0, അതിൽ n നമ്മൾ കണ്ടുപിടിക്കണം. a ഈക്വൽ ടു 27, d ഈക്വൽ ടു 24 മൈനസ് 27 ഈക്വൽ ടു -3. അപ്പൊ ഇത്രയാണുള്ളത്. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഈ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. n നമുക്ക് ഫ്രാക്ഷൻ അല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ, ഒരു നമ്പർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രാമത്തെ നമ്പർ ആയിരിക്കും. അതിന്റെ ഈ 0 എന്ന് പറയുന്നത് അത്രാമത്തെ ടേം ആയിരിക്കും. അല്ലെങ്കിൽ അത് 0 അതിലുള്ള ടേം അല്ല എന്ന് പറയും. ഇവിടെ നമുക്ക് ഇങ്ങനെ ആൻസറിൽ തന്നത് കൊണ്ട് എന്തായാലും ടേം ആയിരിക്കും. അപ്പൊ an ഈക്വൽ ടു a പ്ലസ് a എന്ന് പറയുന്നത് 27 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് -3. അപ്പോൾ 27, അതായത് an 0, 27 ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. 27 എന്നുള്ളത് -27 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു -3. അപ്പോൾ -27 ബൈ -3 ഈക്വൽ ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ 9 എന്ന് കിട്ടി. n മൈനസ് 1 ഈക്വൽ ടു 9 ആണെങ്കിൽ n ഈക്വൽ ടു 10. 10th ടേം ആണ് ഇവിടെ നമുക്ക് 0 കിട്ടുന്നത്. ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ n ഫ്രാക്ഷൻ അല്ലാണ്ട് കിട്ടണം. ടേം കാണാൻ പറഞ്ഞാൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. Sum of 3 numbers in an AP is 9 and their product is 24. Then the numbers are. അപ്പോൾ നമ്പേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 numbers, സം ഓഫ് 3 numbers ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് 3 numbers നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? a മൈനസ് ഡി, a പ്ലസ് ഡി, ഇതാണ് നമ്മുടെ 3 numbers. അതിന്റെ സമ്മ് പറയുന്നത് ഇവിടെ 9 തന്നിട്ടുണ്ട്. സമ്മ് 9 ആണ്. ആ 3 നമ്പേഴ്സിന്റെ സമ്മ് 9 ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താവും? ഡി ക്യാൻസൽ ആയിട്ട് 3a ഈക്വൽ ടു 9, a ഈക്വൽ ടു 9/3, 3 എന്ന് കിട്ടും. a 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി ഡി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ പ്രോഡക്റ്റ് ഈസ് 24 ആണ്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് 24 എന്നാണ് തന്നിട്ടുള്ളത്. a പ്ലസ് ഡി ഈക്വൽ ടു 24. നമുക്കറിയാം a മൈനസ് ഡി ഇൻറ്റു a പ്ലസ് ഡി എന്താ? a സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. a സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു a ഈക്വൽ ടു 24. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എയുടെ വാല്യൂ 3 സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു 3 ഈക്വൽ ടു 24. ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 3 ഡിവൈഡ് ചെയ്താൽ മതി. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 24/3 ഈക്വൽ ടു 8. അപ്പോൾ 9 മൈനസ് 8 ഈക്വൽ ടു ഡി സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് റൂട്ട്, അതായത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 ആണ് വരിക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ആണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഡി 1ഉം a 3 1. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്തായിരിക്കും? 3 മൈനസ് 1 എന്ന് പറയുന്നത് 3 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. പിന്നെ അടുത്തത് a എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ a പ്ലസ് ഡി 3 പ്ലസ് 1 എന്ന് പറയുന്നത് 4. അത് തിരിച്ചു വരും. 2 3 4 അല്ലെങ്കിൽ 4 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 3 4 ആയിരിക്കും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 2 APs have the same common difference. The first term of these is -1 and that of the other is -8. Then the difference between their fourth term. അതായത് ഇവിടെ നമുക്ക് 2 AP ഉണ്ട്. 2 APയുടെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അത് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് AP, അതായത് ഫസ്റ്റ് ടേം ഓഫ് ഫസ്റ്റ് AP. ഫസ്റ്റ് APന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ a1, അത് -1 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഓഫ് സെക്കൻഡ് AP, സെക്കൻഡ് APയുടെ ഫസ്റ്റ് ടേമോ ഫസ്റ്റ് AP a1, അതുപോലെ ഫസ്റ്റ് ടേമോ സെക്കൻഡ് AP നമ്മൾ ക്യാപിറ്റൽ A1 എന്ന് കൊടുക്കുന്നു. അത് എത്രയാണ് തന്നിട്ടുള്ളത്? -8. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഫോർത്ത് ടേമിന്റെ ഡിഫറൻസ്, അതായത് A4 മൈനസ് A4, 2 APയുടെയും ഫോർത്ത് ടേമിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോർത്ത് ടേം ആണ് കാണേണ്ടത്. ഫസ്റ്റ് APയുടെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് 3d. a എന്ന് പറയുന്നത് എന്താണ്? -1 പ്ലസ് 3d മൈനസ് സെക്കൻഡ് APയുടേത് -8 പ്ലസ് അവിടെയും നമുക്ക് 3d തന്നെ, കാരണം കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ -1 പ്ലസ് 3d പ്ലസ് 8
മൈനസ് 3d. ഇപ്പോൾ ഡി ഡി ക്യാൻസൽ ആയിപ്പോൾ ഡി 8 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7. What is the common difference of an AP in which A18 minus A14 equal to 32? അപ്പോൾ ഈ A18 എന്ന് പറയുന്നത് എന്താണ്? A plus 17D. അതായത് A plus 18 minus 1 into D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 17D മൈനസ് A plus 14 minus 1 into D. അതായത് A plus 13D. ഇതാണ് നമുക്ക് 32 എന്ന് തന്നിട്ടുള്ളത്. 32 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A plus 17D മൈനസ് എ മൈനസ് 13d ഈക്വൽ ടു 32. ഇവിടെ എ ക്യാൻസൽ ആയി പോകും. 17d മൈനസ് 13d എന്ന് പറയുന്നത് 4d ഈക്വൽ ടു 32. d ഈക്വൽ ടു 32/4 ഇസ് ഈക്വൽ ടു 8. അപ്പോൾ നമ്മുടെ ആൻസർ 8. If 7 times the 7th term of an AP is equal to 11 times its 11th term, then its 18th term will be. അപ്പോൾ ഇവിടെ 7 times 7th term, 7 times 7th term എന്ന് പറഞ്ഞാൽ 7 times A7 equal to 11 times its 11th term, 11 into A11. അപ്പോൾ ഇവിടെ 7 into A7 എന്ന് പറയുന്നത് നമുക്കറിയാം A plus 6D, അതായത് 7 minus 1 into D. അത് ഒരുമിച്ച് എഴുതിയാൽ A plus 6D equal to 11 into A plus 10D. ഇവിടെ ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 7A plus 42D equal to 11A plus 110D. നമുക്ക് ഇനി ഒരേ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് വലിയ നമ്പർ. അപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. 11 മൈനസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4A പ്ലസ് 110 എന്ന് 42 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 68. 68D ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ A പ്ലസ് 68/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 എന്ന് പറഞ്ഞാൽ 17. അപ്പോൾ A പ്ലസ് 17D ഈക്വൽ ടു 0. A പ്ലസ് 17D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A18 ഈക്വൽ ടു 0. നമുക്ക് 18th ടേം എന്താണെന്നാണ് വേണ്ടത്. അപ്പോൾ A18 ഈക്വൽ ടു 0. AP if D equal to -4, N equal to 7, N equal to 4, then A is. ഇവിടെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. N equal to A plus N minus 1 into D. വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A എന്ന് പറയുന്നത് 4, A plus N minus 1, N എന്ന് പറഞ്ഞാൽ 7, 7 minus 1 into D എന്ന് പറയുന്നത് -4. അപ്പോൾ 4 equal to A 6 into -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -24. അപ്പോൾ A equal to 24. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് ആയി 24 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28. A 28 എന്ന് കിട്ടി. അടുത്തത് the sum of all 2-digit odd numbers. 2-digit odd നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സമ്മ് കണ്ടുപിടിക്കേണ്ടത് 2-digit odd നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ഇവിടെ സം SN ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 2-digit നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എവിടെ 11ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് 13 99 വരും. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആദ്യം n എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് AN equal to A plus N minus 1 into D വെച്ചിട്ട് കണ്ടുപിടിക്കുക. ശരിക്കും 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 തൊട്ടിട്ട് 99 വരെയുള്ളത് 92-digit നമ്പേഴ്സ് ഉണ്ടാവും. ആ 92-digit നമ്പേഴ്സിൽ 45 ഓഡ് നമ്പേഴ്സും 45 ഈവൻ നമ്പേഴ്സും ആണ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം AN equal to A plus N minus 1 into Dയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പം ഞാൻ n 45 ആണ് എടുക്കുന്നത്. നമുക്ക് S45 ആണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. S45 equal to 45/2 into 2A എന്ന് പറയുന്നത് 11 പ്ലസ് 45 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻസ് 2 ആണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമ്മുടെ അടുത്ത ഫോർമുലയില്ലേ ലാസ്റ്റ് ടേം അറിയുകയാണെങ്കിൽ A plus AN 11 പ്ലസ് 99 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. n എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ 45/2 ഇൻറ്റു 110 അപ്പോൾ ഇവിടെ 55. അപ്പോൾ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 55 ഇൻറ്റു 45 5 27 2 22. അപ്പോൾ 2475 നമ്മളതിൻ്റെ ആൻസർ. n അറിയില്ലെങ്കിൽ മാത്രം ആ AP എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം AN equal to A plus N minus 1 into Dയിൽ കണ്ടുപിടിക്കുമ്പോൾ n നമുക്ക് 45 കിട്ടും. അല്ലെങ്കിൽ 2-digit നമ്പേഴ്സ് മൊത്തം 90 ആണ് ഉണ്ടാവുക. അതിൽ
45 ഓഡ് നമ്പേഴ്സും 45 ഈവൺ നമ്പേഴ്സും ആണ്. അപ്പോൾ എൻ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടത്. 2 ഡിജിറ്റിൽ ഓഡ് നമ്പേഴ്സിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ എൻ 45 എടുത്തിട്ട് S45 കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 4. 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതണം. അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സ് 10ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 10 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ 11 ഡിവിസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. പിന്നെ അടുത്തത് 16 ആയിരിക്കും. ഇനി ലാസ്റ്റ് നമ്പർ എന്താണെന്നുള്ളത് അറിയണം. ലാസ്റ്റ് നമ്പർ നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പർ ലാസ്റ്റ് 99 ആണ് വരുന്നത്. 99 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 98 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 97 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 96 ആണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 96. ഇവിടെ നമുക്ക് സമ്മാണ് കാണേണ്ടത് SN. പക്ഷേ N എന്താണെന്നുള്ളത് അറിയില്ല. N കണ്ടുപിടിക്കാൻ വേണ്ടി AN = A + N - 1 × D. ഇവിടെ A എന്ന് പറയുന്നത് 96 = A എന്ന് പറയുന്നത് 12 + N - 1 × D എന്ന് പറയുന്നത് 4. ഇവിടെ ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് 4. 96 - 12 = N - 1 × 4. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി 4 84 = N - 1 × 4. അപ്പോൾ 84/4 = N - 1. ഇവിടെ ഇത് 21 = N - 1, N = 22. N 22 കിട്ടിക്കഴിഞ്ഞാൽ S22 ആണ് കാണേണ്ടത്. ലാസ്റ്റ് ടേം അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 22/2 N/2 × A+, അതായത് A + AN 12 + 96. ആ ഫോർമുല എടുക്കുക എന്നാൽ ഈസി ആയിരിക്കും. അപ്പോൾ 22/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 11 ആണ് വരുന്നത്. 11 × 12 + 96 8 10 108. അപ്പോൾ ഇതിന് രണ്ടിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ കിട്ടുന്നത് 1188. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.